ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഒരു മണി മാനിഫെസ്റ്റേഷൻ ടെക്നിക്കാണ്. ഫ്രണ്ട്സ്, നിങ്ങൾ ആദ്യം മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം. അതായത് നമുക്ക് ഈ സമ്പന്നനായി തീരണമെങ്കിൽ അല്ലെങ്കിൽ പണത്തിൻ്റെതായിട്ടുള്ള ഒരു ഫ്ലോ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കണമെങ്കിൽ നമുക്ക് ആദ്യം ഉണ്ടായിരിക്കേണ്ടത് ഒരു സമ്പന്നൻ്റെതായിട്ടുള്ള ഐഡന്റിറ്റിയാണ്. ആ ഒരു ഐഡന്റിറ്റി നമുക്ക് ആദ്യം അഡോപ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതില്ല എങ്കിൽ ഉണ്ടാവുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ വെൽത്തിനെ കുറിച്ചുള്ള തോട്ട്സുകൾ ഇങ്ങനെ നമ്മുടെ മനസ്സിൽ നമ്മൾ കൊണ്ടുവരുമ്പോൾ ഒരു ഭാഗത്ത് ഈ ഐ ആം സ്റ്റിൽ സ്ട്രഗ്ലിങ്, ഞാനിപ്പോൾ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ എന്നുള്ള തോട്ട്സ് നമ്മുടെ ഉള്ളിൽ അറിഞ്ഞോ അറിയാതെയോ സംഭവിച്ചേക്കാം. നമ്മളൊരു പുതിയൊരു കാര്യം മനസ്സിന് കൊടുക്കുമ്പോൾ നമ്മുടെ മനസ്സിനൊരു ഐഡന്റിറ്റി ഉണ്ട് അല്ലേ, വെൽത്തിന്റെ കാര്യത്തിൽ. അപ്പൊ ആ രീതിയിൽ നമുക്കുള്ള പണം, ഇപ്പൊ നമ്മുടെ ATM കൗണ്ടറിൽ കിടക്കുന്ന ക്യാഷ് ഇത്രയേ ഉള്ളൂ അല്ലെ, മിനിമം ബാലൻസേ ഉള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ അത്യാവശ്യം പണം എടുക്കാനില്ല, ഇതൊരു റിയാലിറ്റിയാണ്. അപ്പോൾ ഈ റിയാലിറ്റിയും നമ്മൾ പുതുതായി കൊടുക്കുന്ന തോട്ട്സും തമ്മിലൊരു ക്ലാഷ് അവിടെ ഉണ്ടാകുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഈ മണി മാനിഫെസ്റ്റേഷൻ അല്ലെങ്കിൽ മണിയുടേതായിട്ടുള്ള ഒരു ഫ്ലോ, സമ്പത്തിൻ്റെതായിട്ടുള്ള ഒരു ഫ്ലോ സംഭവിക്കണമെങ്കിൽ ഈ ഒരു മിസ് മാച്ചിങ്, മനസ്സിലായില്ലേ, മനസ്സിന്റെ ഈ ഒരു മിസ് മാച്ചിങ് നമ്മൾ ഇല്ലാതാക്കേണ്ടതായിട്ടുണ്ട്. ഇല്ലാതാക്കിയാൽ മാത്രമേ നമ്മളിലേക്ക് മണി മാനിഫെസ്റ്റേഷൻ അല്ലെങ്കിൽ സമ്പത്തിൻ്റെതായിട്ടുള്ള ഒരു ഫ്ലോ അനുഭവപ്പെടുകയുള്ളൂ. ഇന്ന് ഈ 3 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നതിലൂടെ, നിങ്ങളുടെ അടുത്ത ദിവസം മുതൽ ചെയ്യുന്നതിലൂടെ തീർച്ചയായിട്ടും മണി മാനിഫെസ്റ്റേഷൻ അല്ലെങ്കിൽ സമ്പത്തിൻ്റെതായിട്ടുള്ള ഒരു ഫ്ലോ നിങ്ങളിലേക്ക് സംഭവിക്കുകയാണ് ചെയ്യും. ഇതിൽ ഒന്നാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ചൂസ് യുവർ വെൽത്ത് വേർഷൻ. അതായത് നിങ്ങൾ നിങ്ങളോട് തന്നെ ഒരു സിമ്പിൾ ആയിട്ടൊരു ചോദ്യം ചോദിക്കുക. എന്താണെന്നറിയോ, നിങ്ങൾക്ക് ഓൾറെഡി ഫിനാൻഷ്യൽ അബണ്ടൻസ് ഉണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ ഫിനാൻഷ്യൽ അബണ്ടൻസിൽ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ എന്തായിരിക്കും? ഈ ഒരു നിമിഷം നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ എന്തായിരിക്കും? ഒരു സമ്പന്നനെ സംബന്ധിച്ച് അയാൾ എടുക്കുന്ന തീരുമാനങ്ങൾ എന്തായിരിക്കും? ഒന്ന് ചിന്തിച്ച് നോക്കുകയെ, നിങ്ങളുടെ ഐഡന്റിറ്റി ഒന്ന് ഷിഫ്റ്റ് ചെയ്ത് നോക്കുകയെ. ഇന്ന് എവിടെ നമുക്ക് ടൂറിന് പോകാം? പട്ടായക്കോ, അല്ലെങ്കിൽ സ്വിറ്റ്സർലൻഡിലേക്കോ, സ്വീഡനിലേക്കോ, അല്ലെങ്കിൽ ദുബായിലേക്കോ, അല്ലെങ്കിൽ കേരളത്തിൽ തന്നെയുള്ള ഒരുപാട് നല്ല സ്ഥലങ്ങളുണ്ട് അല്ലെ. അല്ലെങ്കിൽ ഏത് റിസോർട്ടിൽ ഇന്ന് പോയി ഒരു ദിവസം താമസിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ചാലോ? അവരുടെ ചിന്തകൾ ആ രീതിയിലായിരിക്കും വരുന്നത് അല്ലെ. ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിലാണെങ്കിലും, താമസിക്കുന്ന കാര്യത്തിലാണെങ്കിലും, ഇനി ടൂറിന് പോകുന്ന കാര്യത്തിലാണെങ്കിലും ഒരു സമ്പന്നൻ ആ രീതിയിലായിരിക്കും ചിന്തിക്കുന്നത്. നമുക്ക് അങ്ങനെ വെറുതെ ഒന്ന് ചിന്തിച്ചുകൂടെ? എന്തായാലും ആർക്കും പൈസയൊന്നും കൊടുക്കണ്ടല്ലോ വെറുതെ ചിന്തിക്കുന്നതിന്. തീർച്ചയായും നമ്മുടെ മനസ്സിന് ഈ രീതിയിലൊരു ഈ ഒരു ചോദ്യം അങ്ങോട്ട് ചോദിക്കുമ്പോൾ മനസ്സ് ഒരുപാട് വിഷ്വൽസ് നമുക്ക് ഇങ്ങോട്ട് ഇട്ടു തരും അല്ലെ. അത് മനസ്സിന്റെ ഒരു പ്രത്യേകതയാണ്. അപ്പൊ അവിടെ പിന്നെ ചോദ്യങ്ങളൊന്നുമില്ല, ശരിയല്ലേ? അപ്പൊ ഈ രീതിയിൽ നമ്മുടെ ഐഡന്റിറ്റി ഷിഫ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ നമ്മളുടെ മനസ്സിനോടൊന്ന് ചോദിച്ചു നോക്കുക. ഇന്ന് ഞാൻ എടുക്കുന്ന തീരുമാനങ്ങൾ എന്താണ് അല്ലെ? ഞാൻ ഇന്ന് എവിടെയാണ് ടൂറിന് പോകുന്നത്? ഞാൻ ഇന്ന് എവിടെയാണ് ഭക്ഷണം കഴിക്കാൻ പോകുന്നത്? ഇതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഒരു വേർഷൻ ഉണ്ടല്ലോ, അതായത് നമ്മളെന്ന് പറയുന്ന ഒരു വേർഷനാണ് അല്ലെ. ഈ വേർഷനെ നമ്മുടെ ഒരു 2.0 മാറ്റിയാലോ? അതായത് വെൽത്ത് വേർഷനിലേക്ക് ഒന്ന് ഷിഫ്റ്റ് ചെയ്താലോ? നമുക്ക് നമ്മളെ കുറിച്ച് തന്നെ അഭിമാനത്തോടു കൂടി പറയാൻ കഴിയണം. നിങ്ങളുടെ പേരിനോട് ചേർത്ത് തന്നെ വെൽത്ത് ചേർത്ത് പറയാനായിട്ട് ശ്രമിക്കുക. ഇപ്പൊ എന്റെ പേര് ഷാലു എന്നാണ്, അബണ്ടൻസ് ഷാലു അല്ലെ. അബണ്ടൻസിനോട് ചേർത്ത് എന്റെ പേര് കൊടുക്കുകയാണ്. ഇപ്പൊ നിങ്ങളെ സംബന്ധിച്ച് അബണ്ടൻസ് അനില, അല്ലെങ്കിൽ അബണ്ടൻസ് മഞ്ജു, അല്ലെങ്കിൽ അബണ്ടൻസ് സിന്ധു അല്ലെ എന്ന് കൊടുത്തുകൂടെ? അല്ലെങ്കിൽ മില്യണയർ ഷാലു എന്ന് പറയുന്ന പോലെ മില്യണയർ മഞ്ജു, മില്യണയർ അനില, മില്യണയർ സന്തോഷ്, ഇങ്ങനെ ചേർത്ത് നിങ്ങൾക്ക് പറഞ്ഞുകൂടെ? ഇപ്പൊ ഇതിങ്ങനെ നമ്മുടെ മനസ്സിലേക്ക് റിപ്പീറ്റ് ആയിട്ട് കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന് ഒരു ക്ലിയർ സിഗ്നൽ അവിടെ കിട്ടുകയാണ്. അതായത് എങ്ങോട്ടാണ് നമ്മൾക്ക് പോകേണ്ടത് അല്ലെ. സബ് കോൺഷ്യസ് മൈൻഡിന് ഒരു പാത്ത് നമ്മൾ കൊടുക്കുകയാണ്. വെൽത്തിൻ്റെതായിട്ടുള്ള ഒരു പാത്ത് നമ്മൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതിലൂടെ നമുക്ക് നമ്മുടെ ഒരു വ്യത്യസ്ത വേർഷനിലേക്ക് നമ്മളെ ഷിഫ്റ്റ് ചെയ്യുവാൻ കഴിയും. ഇതിപ്പോൾ തന്നെ നിങ്ങളൊന്ന് പരിശീലിച്ച് നോക്കുക. നിരന്തരമായിട്ട് ഇത് ചെയ്തേ പറ്റുകയുള്ളൂ കേട്ടോ. ഒരു ദിവസം ചെയ്തതുകൊണ്ടോ ഒരു നിമിഷം ചെയ്തതുകൊണ്ടോ കാര്യമില്ല. നിരന്തരമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഈ രീതിയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ നമ്മളെ കുറിച്ച് തന്നെ അഭിസംബോധന ചെയ്യുമ്പോൾ വലിയ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ഇനി രണ്ടാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഐഡന്റിറ്റി കോഡ്സ്. അതായത് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഐഡന്റിറ്റി സൃഷ്ടിക്കാൻ പോവുകയാണ്. അതിന് ഏറ്റവും നല്ലൊരു സമയം എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രാവിലെ എഴുന്നേറ്റ ഉടനെ നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണിത്.
അതായത് ഒരു അഫർമേഷനായിട്ട് തന്നെ നിങ്ങൾക്ക് പറയാൻ കഴിയും. രാവിലെ എഴുന്നേറ്റ ഉടനെ എനിക്ക് പണം വേണം എന്ന് പറയുന്നതിനേക്കാൾ ഉപരി ഏറ്റവും നല്ലൊരു കാര്യം, പണം എന്നിലൂടെ ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. മണി ഫ്ലോസ് ടു മീ. പണം എന്നിലൂടെ ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. രണ്ടാമതൊരു അഫർമേഷൻ നിങ്ങൾക്ക് പറയാം, ഒരു സമ്പന്നൻ ചിന്തിക്കുന്നത് പോലെ ഞാൻ ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നു. ഒരു സമ്പന്നൻ ചിന്തിക്കുന്നത് പോലെ ഞാൻ ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നു. മൂന്നാമത് ഒരു അഫർമേഷൻ കൂടി പറയാം, ഒരു സമ്പന്നനോട് എന്ന പോലെ പണം എന്നോട് പ്രതികരിക്കുന്നു. ഒരു സമ്പന്നനോട് എന്ന പോലെ പണം എന്നോട് പ്രതികരിക്കുന്നു. അല്ലെ, സമ്പന്നനോട് എങ്ങനെയാണ് പണം പ്രതികരിക്കുന്നത്? അയാൾ എപ്പോഴും പണം കൊണ്ട് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെ? അപ്പോൾ മൂന്നാമത്തെ അഫർമേഷൻ, ഒരു സമ്പന്നനോട് എന്ന പോലെ പണം എന്നോട് പ്രതികരിക്കുന്നു. അപ്പൊ ഈ 3 അഫർമേഷനാണ് പറയേണ്ടത്. പണം എന്നിലൂടെ സമൃദ്ധമായി ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. രണ്ടെന്ന് പറയുന്നത്, ഒരു സമ്പന്നൻ ചിന്തിക്കുന്നത് പോലെ ഞാൻ ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നു. മൂന്നാമത്, സമ്പന്നനോട് എന്ന പോലെ പണം എന്നോട് പ്രതികരിക്കുന്നു. ഈ 3 വാചകങ്ങൾ നിങ്ങളുടെ ഐഡന്റിറ്റി ഷിഫ്റ്റ് ചെയ്യുവാനുള്ള കോഡുകളാണ്. ഇപ്പൊ രാവിലെ എഴുന്നേറ്റ ഉടനെ ഇതൊന്ന് പറയാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ ആ ദിവസത്തിൽ മുഴുവൻ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് പോകുന്നത് ഏറ്റവും നല്ലതായിരിക്കും. ഇനി മൂന്നാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചെറിയ ചെറിയ ആക്ഷൻസ് എടുക്കാനായിട്ട് ശ്രമിക്കുക. ആക്ഷൻ എന്ന് പറയുമ്പോൾ മൈക്രോ ആക്ഷൻസ് ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. എന്തെങ്കിലും ചെറുതായിട്ടെങ്കിലും ഒരു ആക്ഷൻ എടുക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ്. ഇന്ന് നമ്മൾ ഇപ്പം മൊബൈലിലൊന്ന് അടിച്ചു നോക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരുപാട് ബിസിനസ്സുകാരുടെയും അല്ലെങ്കിൽ ഫിനാൻഷ്യൽ അഡ്വൈസേഴ്സിന്റെ ഒക്കെ ഒരുപാട് വീഡിയോ നമുക്ക് ഇന്ന് കിട്ടും, അല്ലെ? അപ്പൊ ജസ്റ്റ് എവിടെയാണ് നമുക്ക് ഈ പണം ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയുക, അല്ലെങ്കിൽ പണം ഉണ്ടാക്കാനുള്ള മാർഗങ്ങൾ, ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അവിടെ ഫിക്സ് ചെയ്യുവാൻ കഴിയും, അല്ലെ? അത് തന്നെ ഒരു ആക്ഷൻ അല്ലേ? ഒരു മൈക്രോ ആക്ഷൻ ആവട്ടെ, അല്ലെങ്കിൽ നല്ലൊരു ആക്ഷൻ ആയിട്ട് തന്നെ അത് മാറുന്നുണ്ട്, അല്ലെ? അപ്പൊ അത് സമ്പത്ത് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുവാൻ, നമ്മുടെ ബ്രെയിനൊരു ന്യൂറോ പാറ്റേൺ ഉണ്ടാക്കുവാൻ ഏറ്റവും നല്ലൊരു കാര്യമാണ് ചെറുതായിട്ടെങ്കിലും ഒരു ആക്ഷൻ എടുക്കാൻ കഴിയുക എന്ന് പറയുന്നത്. അപ്പോൾ ചെറിയ ചെറിയ രീതിയിലെങ്കിലും ആക്ഷൻസ് എടുക്കാനായിട്ട് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ അതിലൂടെ നമ്മുടെ ന്യൂറോ പാറ്റേൺ തന്നെ നമുക്ക് ചേഞ്ച് ചെയ്യുവാൻ കഴിയും. പിന്നെ എപ്പോഴും നമുക്ക് ഇതുപോലെ പോസിറ്റീവ് ആയിരിക്കാൻ പറ്റണമെന്നൊന്നുമില്ല. ഒരു ബോണസ് ടിപ്പ് കൂടി അങ്ങ് പറഞ്ഞേക്കാം. അതായത് എപ്പോഴെങ്കിലും നിങ്ങൾക്കൊരു ഫിയർ അല്ലെങ്കിൽ പണത്തിൻ്റെതായിട്ടുള്ള ഒരു അഭാവം നിങ്ങൾക്ക് ഫീൽ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരു ടെൻഷൻ ഉണ്ടാകുമ്പോൾ, നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നല്ലൊരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്, നമ്മുടെ ഇമോഷണൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയഭാഗമാണ്, അല്ലേ? ഇവിടെയാണ് ഇമോഷൻസിന്റെ കലവറ എന്ന് പറയുന്നത്. അവിടെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ടാപ്പ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പറയുവാൻ കഴിയും, സ്വിച്ചിങ് ടു വെൽത്ത് ഐഡന്റിറ്റി, സ്വിച്ചിങ് ടു വെൽത്ത് ഐഡന്റിറ്റി, സ്വിച്ചിങ് ടു വെൽത്ത് ഐഡന്റിറ്റി. എത്ര പ്രാവശ്യം പറയാമോ അത്രയും പ്രാവശ്യം നിങ്ങൾക്ക് പറയാം. അപ്പോൾ അവിടെ ഒരു ഇമോഷണൽ സ്റ്റേറ്റ് ഷിഫ്റ്റ് ചെയ്യുകയാണ്. അതായത് വെൽത്തിൻ്റെതായിട്ടുള്ള ഐഡന്റിറ്റിയിലേക്ക് ഞാൻ ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ പണത്തിന്റെ ഒരു അഭാവം ഫീൽ ചെയ്യുന്ന സമയത്ത്, ഒരു പേടി നിങ്ങൾക്ക് ഉണ്ടാകുന്ന സമയത്ത് ഈ ഒരു ടിപ്പ് കൂടി നിങ്ങളൊന്ന് പ്രയോഗിക്കാനായിട്ട് ശ്രമിക്കുക. തീർച്ചയായിട്ടും നിങ്ങളിൽ വലിയ മാറ്റങ്ങൾ നിങ്ങൾക്ക് സൃഷ്ടിക്കുവാൻ കഴിയും. അപ്പോൾ ഈ 3 കാര്യങ്ങളിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? നിങ്ങളുടെ ഐഡന്റിറ്റി ഷിഫ്റ്റ് ചെയ്യാൻ കഴിയും, നിങ്ങളുടെ മൈൻഡ് നിങ്ങൾക്ക് ഷിഫ്റ്റ് ചെയ്യാൻ കഴിയും, നിങ്ങളുടെ വെൽത്ത് വേർഷൻ എന്ന് പറയുന്നത് വേറെ തലത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യുവാനും നിങ്ങൾക്ക് കഴിയുന്നതാണ്. അപ്പോൾ ഇന്നു മുതൽ തന്നെ ഇതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. നിങ്ങളുടെ സംശയങ്ങൾ ആദ്യം ദൂരീകരിക്കുക. ഈ ടെക്നിക്ക് പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ തീർച്ചയായും വെൽത്ത് നിങ്ങളിലേക്ക് വരുവാനുള്ള ഒരുപാട് സോഴ്സുകൾ നിങ്ങളുടെ മുന്നിലേക്ക് വന്നു ചേരുന്നതാണ്. പണം നിങ്ങളിലൂടെ ഒഴുകുക തന്നെ ചെയ്യും. അപ്പോൾ എല്ലാവർക്കും ധാരാളം സമ്പത്ത് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. താങ്ക് യു ഫ്രണ്ട്സ്, ആൻഡ് ഗോഡ് ബ്ലസ് യു ഓൾ.